ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന നല്ല മുരിഞ്ഞ ചക്കവറ്റൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണേ. അപ്പം ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാണ്. കറിവേപ്പില ഇടുന്ന കാര്യം ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്ക് കൃത്യസമയത്തിന് ചക്ക ഇടുന്നതിന് മുമ്പ് ഇട്ട് വറുത്തെടുത്താൽ ചക്കയ്ക്ക് ആ കറിവേപ്പില ഒരു മണം കിട്ടും. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ചക്ക വറ്റൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ലൈക്ക്, സബ്സ്ക്രൈബ്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്കണോ. അപ്പോൾ നമ്മൾ ചക്ക വറ്റൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചക്ക, കറിവേപ്പില, ഉപ്പ്, കോരി ഇടാനുള്ള പാത്രം, പിന്നെ വറുക്കാനുള്ള പാത്രം, എണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗ കത്തിച്ച് തുടങ്ങാം. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. നന്നായിട്ട് ചൂടാവണം. പാത്രം നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാതെ. ഇവിടെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വറുക്കാമല്ലോ, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ലോണം ചൂടായോ എന്നറിയാം. ഒരു ചക്ക എടുത്ത് അതിനകത്തോട്ട് ഇട്ട് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ചായിട്ട് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചക്ക ഇടുന്നുണ്ട്. ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണേ. കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ചെറുതായിട്ടൊന്ന് കുറയുമ്പം നമ്മൾ പിന്നെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ചക്കവറ്റലിൻ്റെ തിളയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കി തുടങ്ങാം. നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഇളക്കാതിരുന്ന് ചിലപ്പം പെട്ടെന്ന് ചില കഷ്ണം മാത്രം കരിഞ്ഞു. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ചക്ക വറ്റലൊക്കെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയൊരു ശബ്ദമൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആവശ്യത്തിന് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂടെ കലക്കിയിട്ട് വച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ട് തിള ഒന്ന് താഴ്ന്നു വരുമ്പോൾ ഒഴിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ചക്ക ഇനി ഇത്രയും കൂടി ഇരിപ്പുണ്ട്. നമ്മളപ്പം നന്നായിട്ടൊരു ഇളക്കി കൊടുക്കുവാണ്. ക്യാമറയിൽ ഭയങ്കര കളറായിട്ട് തോന്നുന്നുണ്ട്, എങ്കിലും നേരിട്ട് കാണുമ്പോൾ അത്ര കളറൊന്നും ഇല്ല. ആവശ്യത്തിനുള്ള കളറേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിനി ഇങ്ങനത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ചാടിപ്പോണു. അത് ഇറങ്ങി പോണ്. അപ്പോൾ നമ്മൾ
ആദ്യത്തെ റൗണ്ട് ചക്ക വറ്റൽ കോരിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലോട്ട് മാറ്റാം. കാരണം ഒന്ന് ഇളക്കണമല്ലോ അല്ലേ. ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മൾ പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്ത സെറ്റ് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. പൊട്ടിത്തെറിക്കും. നമ്മൾ അത്യാവശ്യം വേണ്ടിയ അകലം പാലിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പല ആക്രമണങ്ങളും ഇതിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. പൊട്ടിത്തെറിച്ച്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ചക്ക വറുക്കാനുള്ള ചക്കയും ഇട്ടിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചക്ക ഇങ്ങനെ ഇളക്കുവാണ്. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഇപ്പം ഇവിടെ അത്യാവശ്യം കളറുണ്ട്, ഉപ്പും കാണും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ചേർക്കുക. പരമാവധി ഇങ്ങനെ ചക്ക വറുക്കാനായിട്ട് അരിയുമ്പം മൂടും തലപ്പും വെട്ടിക്കളഞ്ഞിട്ട് ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെ അരിയാൻ നോക്കണം. എങ്കിൽ നല്ലതുപോലെ ഇരിക്കാൻ കുറച്ചും കൂടെ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല, വറുക്കുക, കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. നമുക്കിത് മുഴുവനൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇടാൻ പോവുകയാണേ. ഒരു വിസയിൽ ആക്രമണം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. കയ്യൊക്കെ പൊള്ളി. അപ്പം ഇതൊക്കെ അടുക്കള ജോലിയിൽ സ്വാഭാവികമാണ്. അതെല്ലാവരും അറിഞ്ഞിട്ട് വേണം അടുക്കള കയറാൻ. ഒരു ഹെൽമെറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് വേണം കയറാൻ. അല്ലെങ്കിൽ കൈയും കാലൊക്കെ പൊള്ളിയിരിക്കും. അതെന്തിരി ചക്ക ഉമ്മാണ്. തറയിട്ട് എൻ്റെ ചക്ക തറയിട്ട് എൻ്റെ ചക്ക. ബാക്കി ചക്ക വറുത്തെടുക്കുക. എൻ്റെ കേസ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് എണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ലാസ്റ്റ് ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് ഉപ്പും മഞ്ഞളും കൂടെ കലക്കിയിട്ട് ഒഴിച്ചായിരുന്നു. അതിനു പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചക്ക മാത്രം ഇട്ട് വറുത്ത് എടുത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് വറുത്തെടുത്തതിന് ശേഷം വാങ്ങിച്ച് ചെറു ചൂടോടെ തന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി. അപ്പം അത് നിങ്ങളെ താല്പര്യം കണക്ക് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇതും കൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മളെ ചക്കയുടെ ഒരു ഇതൊക്കെ കഴിയും. ഓക്കെ, എന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മളെ ലാസ്റ്റ് ചക്ക വറ്റലാണ് കോരിക്കൊണ്ടിരിക്കുന്നത്. തീ ഓഫാക്കിയ നമ്മളെല്ലാം കോരി കഴിഞ്ഞിട്ട് മാത്രം തീ ഓഫാക്കുക. അല്ലെങ്കിൽ നമ്മളെ ചക്ക വറ്റലിങ്ങനെ എണ്ണ കുടിക്കും. ഇതാ പോണു. നമ്മളെ ചക്ക വറ്റൽ നേരെ പാത്രത്തിലേക്ക് വീഴുകയാണ്. വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചക്ക വറ്റൽ. നമ്മൾ ശബ്ദം കേൾക്കുന്നതെന്ന് നോക്കുക. എൻ്റെ അമ്മയുടെ കുരിശ് കണ്ടോ കണ്ടോ, കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ അത്യാവശ്യം നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ചക്ക വറ്റൽ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചക്ക വറ്റൽ. ചക്ക വറ്റലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിളികിലുത്ത ചക്ക വറ്റലാണ്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചക്ക വറ്റൽ.
അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് അത്ര പറയുള്ളൂ.